ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് പോളിക്യാബിൻ്റെ 10 കിലോവാട്ട് ഓൺ ഗ്രിഡ് 3 ഫേസ് ഇൻവെർട്ടറിൻ്റെ ഒരു ജനറേഷൻ കുറവുള്ളപ്പോൾ ഉള്ള ഹാർമോണിക്സ് ഒന്ന് ചെക്ക് ചെയ്യാം. ഇതിപ്പം വെയിൽ കുറവാണ്, അതുകൊണ്ട് നമുക്ക് ജനറേഷൻ നല്ല കുറവ് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇത് നമ്മുടെ ഇൻവെർട്ടറാണ്. ഇതിൻ്റെ ഇപ്പോഴത്തെ ജനറേഷൻ ഒന്ന് നോക്കാം. ഇല്ലാത്തതുകൊണ്ട് 10 കിലോ വാട്ടാണ്, പക്ഷേ തന്നെ ഒരു 2000 വാട്ട്സ്, അതായത് 20% മാത്രമേ കിട്ടുന്നുള്ളൂ ജനറേഷൻ. ഇനി നമുക്ക് ഇൻവെർട്ടറിൻ്റെ സ്പെക്ക് ഒന്ന് നോക്കാം. ഇതാണ്. ഇതിനകത്ത് DC എന്ന് പറഞ്ഞാൽ 12000 വാട്ട്സ് ആണ്, അതായത് ഇൻവെർട്ടറിലോട്ട് കൊടുക്കാവുന്ന DC വാട്ട്സ് ആണ്. ഇൻവെർട്ടറിൻ്റെ AC വാട്ട്സ് എന്ന് പറയുന്നത് 10000 വാട്ട്സ് തന്നെയാണ്, അത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇനി കണക്ട് ചെയ്തിരിക്കുന്ന പാനലിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. ഇത് കനേഡിയൻ സോളാറിൻ്റെ 410/25 പാനലാണ്, അതായത് 10000 പുറത്തുണ്ട്. ഇതിൻ്റെ സ്പെക്ക് നോക്കാം. ഇത് ഒരു പാനലിൻ്റെ സ്പെക്കാണ്. വാട്ട്സും അതിൻ്റെ വോൾട്ടേജും എല്ലാം ഉണ്ട്. ഇതാണ് നമ്മൾ ഇൻവെർട്ടർ കണക്ട് ചെയ്തിരിക്കുന്ന പാനൽസ്. 25 എണ്ണം ഉണ്ട്. ഇതിപ്പോൾ 2 സ്ട്രിങ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഒരു സ്ട്രിങ് എന്ന് പറയുന്നത് 13 എണ്ണവും മറ്റേ സ്ട്രിങ്ങിൽ 12 എണ്ണം, 13 പാനലും 12 പാനലുമാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. കനേഡിയൻ പാനൽ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ജനറേഷൻ ഉള്ള പാനലാണ്. വലിയ പ്രശ്നമൊന്നും കണ്ടിട്ടില്ല ഇതുവരെ. ഇത് മെയ്ഡ് ഇൻ ചൈനയാണ്, എന്നാലും കനേഡിയൻ എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, എൻ്റെ സ്പെക്ക് ഒന്ന് നോക്കാം. ഇനി നമുക്കിത് നമ്മുടെ പവർ ക്വാളിറ്റി അനലൈസറിൽ ഒന്ന് കണക്ട് ചെയ്ത് അതിൽ കിട്ടുന്ന ഹാർമോണിക്സ് വാല്യൂ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇതിലെ ജനറേഷനാണ് 2. ഒരു ഫേസിൽ 0.71, 0.68, 0.62, ടോട്ടൽ 2 കാണിക്കുന്നുണ്ട്. എൻ്റെ ഹാർമോണിക്സ് എന്ന് പറയുന്നത് 7.3, 7.4, 6.3, 7.3, 8.1 എന്ന് പറഞ്ഞാൽ ന്യൂട്രൽ ഹാർമോണിക്സ് ആണ്. അത് വലിയ പ്രശ്നമാക്കണ്ട. ഹാർമോണിക്സ് ജനറേഷൻ കുറവായതുകൊണ്ടാണ് ഇത്രയും കൂടുതലായിട്ട് കാണിക്കുന്നത്. നമുക്ക് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 5 ആണ്. 5 താഴെ വരണമെങ്കിൽ ACB അപ്രൂവൽ കൊടുക്കത്തുള്ളൂ. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ ഹാർമോണിക്സ് നന്നായിട്ട് കൂടിയിട്ടുണ്ട്. 14-13 റേഞ്ച് വന്നിട്ടുണ്ട്. ജനറേഷൻ ഇത് PST ജനറേഷൻ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. 1.35 ആയിട്ടുണ്ട് ടോട്ടൽ. അത്രയും കുറഞ്ഞുകൊണ്ടാണ് ഇതിൻ്റെ ഹാർമോണിക്സ് നന്നായിട്ട് കൂടിയത്. ആ സമയത്ത് നമുക്ക് തന്നെ ഇതിൻ്റെ സെറ്റിങ്സ് ഒന്ന് നോക്കാം. ഇൻവെർട്ടറിൻ്റെ സെറ്റിങ്സ് എന്ന് പറഞ്ഞാൽ സേഫ്റ്റി പാരാമീറ്ററാണ്. നമ്മൾ ലോവർ ആൻഡ് ഹയർ വോൾട്ടേജ് കട്ട് ഓഫും ലോവർ ആൻഡ് ഹയർ ഫ്രീക്വൻസി, സെറ്റിങ്സിൻ്റെ ഹയർ വാല്യൂ എന്ന് പറഞ്ഞാൽ വോൾട്ടേജിൻ്റെ 264, ലോവർ എന്ന് പറഞ്ഞാൽ 192ആണ്. ഫ്രീക്വൻസി ആണെങ്കിൽ ഹയർ 50.5, ലോവർ 47.5ആണ്. എന്നുവെച്ചാൽ KCB കൊടുത്തിരിക്കുന്ന ഒരു സേഫ്റ്റി റേഞ്ചാണത്. ഈ വാല്യൂവിന് അകത്ത് നിന്ന് മാത്രമേ ഇൻവെർട്ടർ വർക്ക് ചെയ്യാൻ പാടുള്ളൂ. അതായത് 264 മേൽപോട്ട് പോയി കഴിഞ്ഞാൽ ഇൻവെർട്ടർ ഓഫ് ആവണം. 192 താഴോട്ട് വോൾട്ടേജ് വന്നു കഴിഞ്ഞാൽ ഇൻവെർട്ടർ ഓഫാണ്. ഇതിന് 2 ഇടയിൽ മാത്രമേ ഇൻവെർട്ടർ വർക്ക് ചെയ്യാൻ പറ്റൂ. അതുപോലെ തന്നെ 50.5, 47.5 ഫ്രീക്വൻസി. പിന്നെ ടൈമുണ്ട്. സ്റ്റാർട്ടിങ് ടൈം, അതായത് ഇത് KCB സപ്ലൈ പോകുമ്പോൾ ഓഫാവും. അതാണ് ഗ്രിഡ് ഇൻവെർട്ടറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതാണ്. ഓഫായിട്ട് പിന്നെ തിരിച്ച് സപ്ലൈ വരുന്ന കഴിഞ്ഞിട്ട് ഒരു 60 സെക്കൻഡിന് മേൽപോട്ട്, അതായത് 1 മിനിറ്റ് കഴിഞ്ഞ് ഇൻവെർട്ടർ ഓൺ ആവാൻ പാടുള്ളൂ. ഫ്രീക്വൻസി കുറവ് 47.5. ടൈമുണ്ട്, എത്ര സെക്കൻഡിനകത്ത് വെച്ച് ട്രിപ്പ് ആവണം എന്നുള്ളത്.
സ്റ്റാർട്ടിങ് ടൈം 60 സെക്കൻഡാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇൻവെർട്ടറിൻ്റെ AC ഔട്ട്പുട്ട് സൈഡ് നോക്കാം. ഇതാണ് എൻ്റെ ഇൻവെർട്ടറിൻ്റെ ഔട്ട്പുട്ട് സൈഡ്. അതിൻ്റെ ഇൻവെർട്ടറിൻ്റെ മാത്രം ജനറേഷൻ അറിയാനുള്ള മീറ്ററും ഐസൊലേറ്ററും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ഐസൊലേറ്ററിൽ നിന്നാണ് വോൾട്ടേജും കറണ്ടും നമ്മൾ എടുത്തിരിക്കുന്നത് ഈ ചെക്കിങ് ചെയ്യാനുള്ള മീറ്ററിലോട്ട്. ഇതാണ് നമ്മുടെ പവർ പുട്ട് അനലൈസറും. അതിപ്പോൾ കിട്ടിയിരുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ വാല്യൂ അത് കുറഞ്ഞിട്ടില്ല. ജനറേഷൻ 2 ഉണ്ട്, പക്ഷേ ഹാർമോണിക്സ് 7, 8 ആ റേഞ്ചുണ്ട്. അതുകൊണ്ട് നമുക്കിത് ഇങ്ങനെ കുറയുമ്പോൾ സൺലൈറ്റുള്ള സമയത്ത് വേറെ ദിവസം വന്ന് നോക്കേണ്ടിയിരിക്കുന്നു. വെയിലുള്ളൊരു ദിവസം ഞാൻ റീഡിംഗ് ഒക്കെ നോക്കിയിട്ട് വേറൊരു വീഡിയോ ചെയ്യാം. കമ്പാരിസൺ 5 കിലോ വാട്ടിൻ്റെ 10 കിലോ വാട്ടിൻ്റെയൊക്കെ വേറെ ഇൻവെർട്ടർ തമ്മിലുള്ള കമ്പാരിസൺ, ജനറേഷൻ, ഹാർമോണിക്സ് അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പറ്റുമെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. ഇനി എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.